നമസ്കാരം. എല്ലാവർക്കും സൈൻ ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് FMCR, അതായത് ഫോറൻസിക് മീഡിയ കാർഡ് റീഡർ എന്ന ട്രസ്റ്റഡ് ഫോറൻസിക് ഉപകരണത്തെക്കുറിച്ചാണ്. US ബേസ്ഡ് കമ്പനിയായ ഡിജിറ്റൽ ഇൻ്റലിജൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഉപകരണമാണ് FMCR. ഡിജിറ്റൽ ഇൻ്റലിജൻസ് നിർമ്മിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നത് സൈൻ ടെക്നോളജീസ് ആണ്. FMCRൻ്റെ പ്രായോഗികതയെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിജിറ്റൽ ഫോറൻസിക്കിൻ്റെ ഭാഗമായി ഒരു ക്രൈം സീനിൽ നിന്നും തെളിവ് ശേഖരിക്കുന്നതിലും അത് കൈകാര്യം ചെയ്യുന്നതിലും ഒരു സുപ്രധാന ഘടകമാണ് എവിഡൻസ് ഇൻറ്റിഗ്രിറ്റി. പലതരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ ഒരു ക്രൈം സീനിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഹാർഡ് ഡ്രൈവുകൾ, കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, USB ഡ്രൈവുകൾ, മൊബൈൽ ഫോണുകൾ, മെമ്മറി കാർഡുകൾ, SD കാർഡ് തുടങ്ങിയവ. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ USB റൈറ്റ് ബ്ലോക്കറും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും മനസ്സിലാക്കി. അതുപോലെ മൈക്രോ SD, കോമ്പാക്ട് ഫ്ലാഷ്, മൾട്ടിമീഡിയ കാർഡ് തുടങ്ങിയ മീഡിയ കാർഡിൽ നിന്നും റൈറ്റ് ബ്ലോക്ക്ഡ് മോഡിൽ തെളിവ് ശേഖരിക്കുക എങ്ങനെയെന്ന് ഫോറൻസിക് മീഡിയ കാർഡ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഒരു ഹോസ്റ്റ് സിസ്റ്റത്തിനും ഡിജിറ്റൽ എവിഡൻസിനും ഇടയിൽ ഒരു ബ്രിഡ്ജായി FMCR പ്രവർത്തിക്കുന്നു. FMCR സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ കാർഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് മൈക്രോ SD, കോമ്പാക്ട് ഫ്ലാഷ്, മൾട്ടിമീഡിയ കാർഡ്, മെമ്മറി സ്റ്റിക്ക് തുടങ്ങിയവ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇതാണ് ഫോറൻസിക് മീഡിയ കാർഡ് റീഡർ. ഇതിൽ കാണുന്ന USB Type A കേബിളാണ് നമ്മൾ ഹോസ്റ്റ് സിസ്റ്റവുമായി കണക്ട് ചെയ്യുന്നത്. FMCRൽ മൈക്രോ SD, കോമ്പാക്ട് ഫ്ലാഷ്, മെമ്മറി സ്റ്റിക്ക്, MMC എന്നീ 4 പോർട്ടുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഡിവൈസിൻ്റെ വലതുവശത്തായി 2 LED ഇൻഡിക്കേറ്ററുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒന്ന് പവറിനെയും മറ്റൊന്ന് റീഡ് ഓൺലി മോഡിനെയും സൂചിപ്പിക്കുന്നു. അതുകൂടാതെ പവർ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിൽ ആയി ഒരു സ്വിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ സ്വിച്ച് ഉപയോഗിച്ചാണ് റീഡ് ഓൺലി മോഡിൽ നിന്നും റീഡ് റൈറ്റ് മോഡിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഈ ടോഗിൾ സ്വിച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതിനാൽ റൈറ്റ് ക്യാപ്പബിലിറ്റി ഓൺ ചെയ്യാൻ എളുപ്പമല്ല. അടുത്തതായി 2 സന്ദർഭങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് FMCR ഹോസ്റ്റ് സിസ്റ്റവുമായി ഇവിടെ കണക്ട് ചെയ്യാം. ഞാൻ എൻ്റെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുകയാണിത്. അപ്പോൾ നമുക്ക് 2 LED ലൈറ്റുകൾ ഇവിടെ കത്തുന്നതായിട്ട് കാണാം. അതിൽ പച്ച നിറമാണെങ്കിൽ നമ്മുടെ പവറിനെ സൂചിപ്പിക്കുന്നു, ചുമല നിറമാണെങ്കിൽ നമ്മുടെ റീഡ് ഓൺലി മോഡിനെയും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് 2 സന്ദർഭങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ സന്ദർഭത്തിൽ ഒരു SD കാർഡ് നോർമൽ അഡാപ്റ്ററിലൂടെ ഹോസ്റ്റ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാം. കണക്റ്റ് ആയിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റവുമായിട്ടിത്. ഞാനിത് ഇനി മൈ കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഫോൾഡറുകളും ഫയൽസ് നമുക്ക് കാണാം. അതിൽ ഒരു ഡെമോ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ നിങ്ങൾക്കായിട്ട്. ന്യൂ ഫയൽ ഫോൾഡറിൽ കയറി കഴിയുമ്പോൾ നമുക്കത് കാണാം. ഇതിലാണെങ്കിൽ ഒരു വേർഡ് ഫയൽ ഡെമോ എന്ന പേരിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്നു. അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇനി ഈ ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് പെർമനൻ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണുന്നതാണ്. ഇനി ഇതേ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിലാണെങ്കിൽ ഞാനൊരു പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഈ പേര് അതേപോലെ തന്നെ താഴെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഇതിലെ മോഡിഫൈഡ് ടൈം, അതായത് ക്രിയേറ്റഡ് ടൈമും മോഡിഫൈഡ് ടൈമും വ്യത്യാസമുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതേ ഫോൾഡറിൽ ഒരു JPG ഫയൽ അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പെർമനൻ്റിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സന്ദർഭത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന എന്തെന്നാൽ നോർമൽ SD കാർഡിലൂടെ നമുക്ക് എന്ത് തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ സാധിക്കും. അത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്നതാണ് തെളിവിൻ്റെ. ഇതേ പ്രക്രിയ നമ്മൾ FMCRൽ SD കാർഡ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. ഈ സന്ദർഭം എങ്ങനെയാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സെയിം പ്രക്രിയകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡെമോ എന്ന ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുകയും ഇതിൽ ഞാൻ എന്തെങ്കിലും റീടൈപ്പ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്ത് ഇവിടെ ഞാൻ
സൈൻ ടെക്നോളജീസ് എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് പോവുകയാണിപ്പം. സൈൻ ടെക്നോളജീസ്. ഓക്കെ, ഇതിന് നമ്മൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വി കുഡ് നോട്ട് സേവ് ദിസ് ഫയൽ. ഇത് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമുക്കിത് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പോപ്പപ്പ് നമുക്ക് വരികയും ഇതിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വരികയും നമുക്ക് ചെയ്യും. ഇനി നമ്മൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ യു ക്യാൻ സേവ് ദിസ്, പ്ലീസ് ചൂസ് അനദർ ലൊക്കേഷൻ. അതായത് ഇതിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് വരികയും വേറെ എവിടെയെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറയുകയും ചെയ്യും. ഇനി നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈമിൽ നമുക്ക് മാറ്റങ്ങളൊന്നും തന്നെ കാണുവാൻ സാധിക്കുന്നതല്ല. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ തന്നെ ഇതിൽ കാണിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും കഴിയുകയില്ല. ഇനി ഇതിലോട്ട് നമ്മളൊരു PDF കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, മറ്റൊരു ഫോൾഡർ. ഇത് SD കാർഡിലോട്ട് ഒരു PDF കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും കോപ്പി ചെയ്യുവാനായിട്ട് ഈ FMCR നമുക്ക് അനുവദിക്കുന്നതല്ല. ദ ഡിസ്ക് ഈസ് റൈറ്റ് പ്രൊട്ടക്റ്റഡ് എന്നും പറഞ്ഞൊരു പോപ്പപ്പ് വരികയും അതിൻ്റെ അകത്ത് കോപ്പി ചെയ്യാനായിട്ട് ഇത് സാധിക്കുകയും ചെയ്യുന്നതല്ല എന്ന് നമ്മളോട് ഈ പോപ്പപ്പിലൂടെ നമുക്ക് സൂചിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ ഫോറൻസിക് മീഡിയ കാർഡ് റീഡറിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രാവർത്തികതയുമാണ് നമ്മൾ കണ്ടത്. ഡിജിറ്റൽ എവിഡൻസുകൾ കോടതിയിൽ മാനിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ സമഗ്രത അഥവാ ഇൻറ്റഗ്രിറ്റി നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഇത് FMCR വഴി എങ്ങനെ സാധ്യമാകുമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇതുപോലെ ഡിജിറ്റൽ ഫോറൻസിക് സംബന്ധമായ വീഡിയോകൾക്ക് വേണ്ടി സൈൻ ടെക്നോളജീസിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്